5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അമ്മ അല്ലെങ്കിൽ മാതൃത്വം എന്നൊക്കെ പറയുന്നത് വലിയ സങ്കല്പമാണ്. ഒരമ്മയ്ക്ക് എങ്ങനെയാണ് തൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ കൊല്ലാൻ കഴിയുക? ആലുവയ്ക്കടുത്തുള്ള തിരുവാങ്കുളത്ത് ഒരമ്മ അംഗൻവാടി പോയ മകളെ ആ പിങ്ക് ഷർട്ടുകാരിയെ വിളിച്ചു കൊണ്ടുവന്ന്, സ്വാഭാവികമായിട്ട് അമ്മയെ കണ്ടപ്പോൾ അമ്മയെന്ന് വിളിച്ചു കാണും. അമ്മയുടെ തോളിൽ ഇരുന്നാണ് ആ കുഞ്ഞ് വന്നത്. ആ CCTV ഒക്കെ കാണുന്നുണ്ട്. എത്ര ടച്ചിങ് ആയിട്ടുള്ള സീനുകളാണ്. എന്നിട്ട് ആ സ്ത്രീ അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല, ആ സ്ത്രീ ആറ്റിൽ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ കൂളായിട്ട് അവരിയ്ക്കുന്നു. അവർക്ക് മാനസിക രോഗമാണോ, അതോ മാനസിക രോഗം അഭിനയിക്കുന്നതാണോ? ഇതിനു മുന്നും കുഞ്ഞിനെ തല്ലാറുണ്ട്, ഉപദ്രവിക്കാറുണ്ട്, കുഞ്ഞിന്റെ ശരീരത്തിൽ പാടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ DYSPയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ രീതിയിൽ, അഭിനന്ദനാർഹമായ രീതിയിൽ 8 മണിക്കൂർ നേരം ആ നദിയിലും പുഴയിലും കരയിലും എല്ലായിടത്തുമായി അന്വേഷിച്ച് കുഞ്ഞിനെ ജീവനോടെ അല്ലെങ്കിൽ പോലും ഡെഡ് ബോഡി എങ്കിലും എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സുദീർഘമായ സേവനമാണ് ചെയ്തത്. സ്കൂബ ടീമൊക്കെ വന്നു, വലിയ സേവനം, ഫയർഫോഴ്സുകാർ വന്നു, പോലീസ് വന്നു, വലിയ സന്നാഹത്തോടു കൂടി അത് എടുക്കാൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. നമ്മൾ ഒരു വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ ആലോചിക്കണം. ലോകത്ത് ഏറ്റവും പവിത്രമായ ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ സൃഷ്ടി അല്ലെങ്കിൽ പ്രത്യുൽപാദനം, അല്ലെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളെയും ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത്. അതൊരു ഫാക്ടറിയിൽ നടക്കുന്ന പ്രോസസ് അല്ല. അത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും, 2 സ്ത്രീയും പുരുഷനും തമ്മിൽ നടക്കുന്ന ഏറ്റവും നൈസർഗികമായി സ്വാഭാവികമായിട്ടൊക്കെ നടക്കേണ്ട വളരെ മനോഹരമായ ഒരു കാര്യമാണ്. അങ്ങനെ മനോഹരമായി നടക്കുന്ന കാര്യത്തിന് അല്ലാതെയും അബദ്ധത്തിലും ഒക്കെ കുഞ്ഞുങ്ങൾ ജനിക്കാം. ഭാര്യ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ കാമുകന്മാരുടെയൊക്കെ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സുഖത്തിന് വേണ്ടി, നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യും. അവർ ഇണചേരാറുണ്ട്. അങ്ങനെയും കുഞ്ഞുങ്ങൾ വരും, അയ്യോ അബദ്ധം പറ്റിപ്പോയല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. എങ്ങനെ ആയാലും ശരി, ഒരു കുഞ്ഞിന്റെ ജന്മം എന്ന് പറയുന്നത് മഹത്തരമാണ്. അങ്ങനെ മഹത്തായ ഒരു ജീവൻ, ഓരോ ജീവനുകളും ഭൂമിയിൽ വരുന്നത് അവർ ജീവിക്കാനാണ്. അവരുടെ അനുവാദമില്ലാതെ അവരെ കൊല്ലാൻ നമുക്ക് ഒരു അവകാശവുമില്ല. അത് കൊലപാതകമായാലും ഇല്ല, പിന്നെ മറ്റൊരു തരത്തിലും ഉള്ള ഒരു രീതിയിലും മാത്രമല്ല, ആത്മഹത്യ ചെയ്യുന്ന കേസാണ്. എന്തുകൊണ്ടാണ്? ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. ആ സമയത്താണ് ഒരമ്മ, വീണ്ടും ഞാൻ അമ്മയെന്ന് പറയേണ്ടി വരുന്നത് ബന്ധം പറയുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു സ്ത്രീ തൻ്റെ മകളെ, കല്യാണിയെ ആറ്റിലെറിഞ്ഞ് കൊന്നത്. കേരള മനസാക്ഷി വളരെ വേദനയോടുകൂടി കാണുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഇതിന് സമാനമായി എത്രയെത്ര വാർത്തകളാണ് വരുന്നത് ഓരോ ദിവസവും. എന്താണ് കേരള സമൂഹത്തിന് സംഭവിക്കുന്നത്? ആഗോളവൽക്കരണവും ഒക്കെ വന്ന് മനുഷ്യൻ ആർത്തിയും അത്യാർത്തിയും ആഡംബരവും അത്യാഗ്രഹവും എല്ലാമായി വേറൊരു തരത്തിലേക്കുള്ള ജീവിത ശൈലിയിലേക്ക് പോയി. മാനുഷിക ബന്ധങ്ങളില്ലാതായി, കുടുംബ ബന്ധങ്ങളില്ലാതായി, ഭാര്യാഭർത്തൃ ബന്ധങ്ങളില്ലാതായി, മക്കൾ അച്ഛൻ അമ്മ റിലേഷൻസ് അല്ലെങ്കിൽ ബന്ധങ്ങളില്ലാതായി. എല്ലാ ബന്ധങ്ങളെയും പണത്തിൻ്റെയും ഒരുതരം ലഹരിയുടെയും മദ്യത്തിൻ്റെയും ഒക്കെ അടിമപ്പെട്ട് ഒരു ബന്ധത്തിനും വില കൽപ്പിക്കാത്ത, സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, എല്ലാം പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും നിലയിൽ കാണുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയോ എന്നുള്ള വലിയ ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. സ്ത്രീകൾ എന്താണ് ഇങ്ങനെ? നിങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയില്ല എങ്കിൽ, നിങ്ങൾ ഗർഭിണി അറിയാതെയോ അറിഞ്ഞോ ഗർഭിണിയായി പോകുമ്പോൾ നിങ്ങൾ അബോർട്ട് ചെയ്യൂ. അതിനൊക്കെയുള്ള സംവിധാനം ഉണ്ടല്ലോ ഈ രാജ്യത്ത്, അല്ലെങ്കിൽ സുരക്ഷിത മാർഗങ്ങളുണ്ടല്ലോ. ഗർഭിണിയാകാതിരിക്കാനുള്ള സുരക്ഷിത മാർഗങ്ങൾ ഉപയോഗിക്കാം. ഗർഭിണി ആയതിനു ശേഷമാണെങ്കിലും മറ്റൊരുപാട് മാർഗങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ സ്വീകരിക്കാതെ കുഞ്ഞിനെ പ്രസവിച്ച് 10 മാസം ചുമന്ന് അല്ലെങ്കിൽ 9 മാസം ചുമന്ന് കുഞ്ഞിനെ പ്രസവിച്ച് 3 വയസ്സ് വരെ ആ കുഞ്ഞിനെ വളർത്തി പൂമ്പാറ്റയെ പോലെ ഇവിടെ പറന്ന് നടക്കേണ്ട പ്രായത്തിൽ, എന്താണ് മരണമെന്ന് തിരിച്ചറിയാത്ത പ്രായത്തിൽ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആറ്റിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞപ്പോഴും പേടിച്ച് ഭയപ്പെട്ട ആ കുഞ്ഞ് അമ്മേ എന്ന് തന്നെയല്ലേ വിളിച്ചിട്ടുണ്ടാവുക? നിങ്ങളെ സ്നേഹത്തോടെ വിളിച്ചതും അമ്മേ എന്നാണ്, ഭീതിയോടെ വിളിച്ചിട്ടുള്ളതും അമ്മേ എന്നല്ലേ? വെള്ളം കുടിച്ചും വീഴ്ചയുടെ ആഘാതത്തിലും ആ കുഞ്ഞ് മരിച്ചപ്പോൾ നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ ഭൂമിക്ക് കൊടുക്കുന്നത്? നിങ്ങൾ അമ്മമാർക്കെല്ലാം അപമാനമാണ്.
സ്ത്രീകൾക്ക് അപമാനമാണ്. വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇനി വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീകൾ ഒന്നുകിൽ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാതിരിക്കുക. സൃഷ്ടിച്ചാൽ അവരെ വഴിക്ക് വിടുക. നമുക്ക് വേണ്ടെങ്കിൽ അവരെ വഴിക്ക് വിടുക. ഇവിടെ അച്ഛൻ പറയുന്നത്, കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നത്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവ് പറയുന്നത് അവർക്കൊരു മാനസിക രോഗവും ഇല്ല എന്നാണ്. മകൻ പറയുന്നതും ഒരു കുഴപ്പമില്ല എന്നാണ്. പക്ഷേ നാട്ടുകാരും മറ്റുള്ളവരും ഒക്കെ മറ്റു ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയില്ല കുടുംബ ബന്ധങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എവിടെയാണ് ഈ നൂൽപ്പാലം പൊട്ടുന്നത്, എവിടെ വെച്ചാണ് ഈ ബലൂൺ പൊട്ടുന്നത് നമുക്കറിയില്ല. ഇത് ഭാര്യ ഭർത്തൃ ബന്ധമാകാം, അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രശ്നങ്ങളാകാം, നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ അമ്മ അല്ലെങ്കിൽ ആ സ്ത്രീ ചെയ്തത് വളരെ ക്രൂരവും നിന്ദ്യവും അപലപനീയവുമാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് വാക്കുകളില്ല. മകളെ, മാപ്പ്. നിന്നെപ്പോലുള്ള കല്യാണിയെപ്പോലുള്ള മക്കൾ ഈ ഭൂമിയിൽ വന്നത് ജീവിക്കാനാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വരേണ്ടിയിരുന്നില്ല. എന്തായാലും ഇത്തരം വാർത്തകൾ നമുക്ക് കൂടുതൽ പാഠങ്ങളാകട്ടെ.